താൻ കൊല്ലപ്പെട്ടുവെന്ന ഇറാന്റെയും സോഷ്യൽ മീഡിയയുടെയും പ്രചാരണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എവിടെ പോയി ഒളിച്ചാലും നെതന്യാഹുവിനെ വകവരുത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ച് ഇറാൻ. താൻ കൊല്ലപ്പെട്ടുവെന്ന ഇറാന്റെയും സോഷ്യൽ മീഡിയയും പ്രചാരണങ്ങൾക്ക് ചുട്ട മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഒരു കഫേയിലിരുന്ന് കോഫി കുടിക്കുന്ന വീഡിയോ പങ്കുവച്ചുകൊണ്ടാണ് താൻ സുരക്ഷിതനാണെന്ന് അദ്ദേഹം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം അത് കോഫിക്ക് വേണ്ടിയാണെന്ന ഹീബ്രു ശൈലി കൂട്ടിച്ചേർത്തുകൊണ്ട് പരിഹസിക്കുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങളെ തീർത്തും ലാഘവത്തോടെയാണ് അദ്ദേഹം നേരിട്ടത്. നേരത്തെ പുറത്തുവിട്ടിരുന്ന വീഡിയോയിൽ നെതന്യാഹുവിന് 6 വിരലുകളുണ്ടെന്നും അത് AI നിർമ്മിതമാണെന്നുമുള്ള ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഇതിനു മറുപടിയായി തന്നെ 2 കൈകളും ക്യാമറയ്ക്ക് മുന്നിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നിങ്ങൾക്കെൻ്റെ വിരലുകൾ എണ്ണണോ, ദാ നോക്കൂ, എല്ലാം കൃത്യമാണ് എന്നാണ് അദ്ദേഹം പരിഹസിച്ചത്. ജനങ്ങളുടെ ആത്മവിശ്വാസം തനിക്കും ഇസ്രായേൽ സൈന്യത്തിനും മൊസാദിനും വലിയ കരുത്താണ് നൽകുന്നതെന്നും ഇറാനെതിരായ ആക്രമണങ്ങൾ ശക്തമായി തുടരുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശത്രുക്കളുടെ പ്രത്യാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ പൗരന്മാർ സുരക്ഷിത സ്ഥാനങ്ങളിൽ തുടരണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനേയി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മേഖലയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഇറാന്റെ 15,000-ഓളം ലക്ഷ്യസ്ഥാനങ്ങളിൽ ആക്രമണം നടത്തിയതായി പെന്റഗണും അറിയിച്ചിട്ടുണ്ട്. 5,000-ത്തിലധികം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. നെതന്യാഹുവിനെ വധിക്കുമെന്ന് ഇറാൻ വിപ്ലവ ഗാർഡ് ഭീഷണി മുഴക്കുന്നതിനിടയിലാണ് വെല്ലുവിളിയുമായി അദ്ദേഹം വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേലിനെ വകവരുത്തുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇപ്പോഴും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.